രാഹുലീശ്വർ അല്ല, ഇതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ്. ഇതിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജാതിമത ഭേദമന്യേ എന്റെ അടക്കമുള്ള നിലപാടിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനെ കണ്ടില്ലെന്ന് മാധ്യമങ്ങൾ താങ്കളുടെ പിന്തുണച്ചും ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം വസ്ത്രവും ഒക്കെ ഒരു അവകാശമാണ്. ഒരു വസ്ത്രവും അയാളുടേതാണ്. സംസ്കാര സമ്പന്നമായ വസ്ത്രം എന്നൊന്നില്ലല്ലോ, വസ്ത്രം എന്നേ ഉള്ളൂ. അത് ഓരോ കോണ്ടെക്സ്റ്റിൽ ഓരോ തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ എടുക്കുന്നു, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മറ്റൊരു വസ്ത്രം, സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റൊരു വസ്ത്രം. പള്ളിക്കൂടത്തിലെ ഡ്രസ്സ് പബ്ബിൽ വിടാൻ പറ്റില്ല. അതെ, പറ്റില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഈ ചലച്ചിത്ര താരം മറ്റൊരു കഥാപാത്രമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജോലിയാണ് ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വസ്ത്രം ഇട്ട് അങ്ങനെ ആയിരിക്കില്ല വരിക. അവരൊരു സിനിമ ചലച്ചിത്ര താരമാണ്, അവരെ സംബന്ധിച്ച് ഒരു മോഡലാണ്. അപ്പോൾ ആ രീതിയിലുള്ള വസ്ത്രം അവർ ധരിക്കുമ്പോൾ അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗം കൂടിയാണ്. നമുക്കതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനെ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചു എന്നതാണ് ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം. അത് ആണ് കോടതി ചോദിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചത് ഒരു പക്ഷേ അതുകൊണ്ടാവണം. എന്തായാലും രാഹുൽ ഈശ്വർ അക്കാര്യത്തിൽ താങ്കൾ കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു. താങ്കൾ ഒരു അസഭ്യ പദപ്രയോഗവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അത് മാത്രമല്ല, ഇതിനു വേണ്ടി ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സന്തോഷത്തോടു കൂടി ജയിലിൽ വീണ്ടും പോകാൻ തയ്യാറാണ്. എന്നെ 5 തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6ാം തവണ കൂടി ഒരു സംസ്കാരത്തിന്റെ കോസിന് വേണ്ടി അറസ്റ്റ് ചെയ്താൽ പോകാൻ എനിക്ക് മടിയില്ല. അതിൽ എനിക്ക് വ്യത്യസ്തമായ വിയോജിപ്പുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നത്, താങ്കൾ അസഭ്യപ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു.